ഡി എഫിൻ്റെ പൊതുവായ തീരുമാനം എന്ന് പറയുന്നത് സിസ്റ്റം ശരിക്ക് ഫെയിലിയറാണ്, സിസ്റ്റം തന്നെ ഫെയിലിയറാണ് എന്ന് അത് സിസ്റ്റം റൺ ചെയ്യേണ്ട മന്ത്രി തന്നെ ഇതിന് മുമ്പ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ തികഞ്ഞ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത്. അതുകൊണ്ട് ഈ ഷോ റൺ ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ ആരോഗ്യമന്ത്രി രാജിവെച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ബാക്കി ചികിത്സയും ഒക്കെ അപകടത്തിലായ ഇന്നത്തെ സ്ഥിതി തുടരാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ് UDFിൻ്റെ അഭിപ്രായം. കാരണം ഇന്നലത്തെ സംഭവം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ആദ്യം അവിടെ ചെന്ന് പത്രസമ്മേളനം നടത്താമല്ലോ, പത്രക്കാരൊക്കെ നിങ്ങളോട് സംസാരിക്കലൊക്കെ ആവശ്യമാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് പോരെ. അവിടെ ചെയ്യേണ്ടിയിരുന്നത് വീണ് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലാണ്. മന്ത്രിമാർ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് നേതൃത്വം കൊടുത്ത് അത് നീക്കം ചെയ്ത് അതിനകത്ത് വല്ല കാരണവശാലും വല്ലവരും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. ഇല്ല എന്ന് ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ടവരോ പറഞ്ഞാൽ അത് കണ്ണടിച്ച് വിശ്വസിക്കലല്ല ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളായ മന്ത്രിമാരുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് അവിടെ ഉടനെ ഇതൊക്കെ നീക്കം ചെയ്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടോ, മനുഷ്യജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഉണ്ടോ നോക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ചാണ്ടിയുമ്മൻ ചൂണ്ടിക്കാണിക്കുന്ന അവിടെ ലൈറ്റ് കത്തിയിരുന്നു. അത് മതിയായ തെളിവല്ലേ? അവിടെ ആൾ പോകുന്നുണ്ട് എന്നുള്ളതിന് മതിയായ തെളിവാണല്ലോ അത്. ലൈറ്റ് ഉണ്ട്. പിന്നെ കുട്ടികൾ പറയുന്നുണ്ട്. അതൊന്നും കെയർ ചെയ്യാതെ ഈ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്തത് ആരോഗ്യ മന്ത്രി ചെയ്തത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു അവർ. ഇത് ഉപേക്ഷിച്ച ബിൽഡിങ്ങാണ്, യാതൊരു കുഴപ്പമില്ല, നിസ്സാര പരിക്കേ ഉള്ളൂ, എല്ലാം ഓക്കെയാണ് എന്നും പറഞ്ഞ് പോയി. ഇതാണ് ഉണ്ടായത്. ഇത് വളരെ നിരുത്തരവാദപരമായ സമീപനമാണ്. അതുകൊണ്ടാണ് UDF ആവശ്യപ്പെട്ടത് മന്ത്രി രാജിവെച്ച് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ളത് UDF പറയാൻ കാരണം അതാണ്. പിന്നെ ആരോഗ്യ വകുപ്പ് വാസ്തവത്തിൽ കേരളത്തെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മൾ പതിറ്റാണ്ടുകളായി നേടിയ നേട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ സ്റ്റേറ്റ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റിവേഴ്സ് ഗിയറിലാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫണ്ട് വേണ്ടത്ര കൊടുക്കാത്തത് കൊണ്ട് നിശ്ചലമായി കിടക്കുന്ന അവസ്ഥ ഉണ്ട്. ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഏതാ മര്യാദക്ക് നടക്കുന്നതുള്ളത്. നമ്മൾ മുമ്പ് കാണുന്ന ഈ വഴിക്കടവ് പരപ്പനങ്ങാടി റോഡ് ഇതൊരു ഉദാഹരണമാണ്. ടെൻഡർ ചെയ്ത റോഡാണ്. ഫണ്ടില്ലാത്തതുകൊണ്ട് പിന്നെ അതിന് തൊട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ കേരളത്തിലെ എല്ലാ പ്രവൃത്തികളും അതുപോലെ തന്നെ വർക്കുകളും പൊതുവരാമത്താണല്ലോ ഈ മറ്റേ കെട്ടിട ആരോഗ്യ ഇത് വർക്ക് ചെയ്യുന്നത് എല്ലാം നിശ്ചലമായി കിടക്കുകയാണ്. ഫണ്ട് വേണ്ടത്ര ഒന്നിനും കൊടുക്കുന്നില്ല. ഫണ്ട് ക്രൈസിസ് കേരളത്തിൽ എല്ലാത്തിനെയും ബാധിച്ചിരിക്കുകയാണ്. അതാണ് സത്യം. കേരളം നിശ്ചലാവസ്ഥയിലാണ്. അതാണ് സത്യത്തിൽ ഇന്ന് ഉള്ള സ്ഥിതി. ഇങ്ങനെ ഒരു സ്ഥിതി കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മിസ്മാനേജ്മെൻറ്റാണ് ഇതിനൊക്കെ കാരണം. ഈ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വളരെ ശോചനീയമായ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതിനെതിരായ പ്രതികരണമായിരുന്നു വാസ്തവത്തിൽ നിലമ്പൂരൊക്കെ കണ്ടത്. ജനരോഷം വളരെ അതിൻ്റെ പാരമ്യത്തിലാണ് നിൽക്കുന്നത്. ഇന്നലത്തെ ആ ഒരു ഷോ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി എന്താണ് എന്ന്. മന്ത്രിമാർ അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു. ഓടിവാ, എന്നിട്ട് JCB കൊണ്ടുപോവാ, ഫയർ എഞ്ചിൻ കൊണ്ടുപോവാ, എന്നിട്ട് നീക്കം ചെയ്യുക. മുമ്പൂടെ കണ്ടിട്ടില്ല ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തൊക്കെ. ഞങ്ങളൊക്കെ അതാ ചെയ്തിരുന്നത്. അത് ഉടനെ ചെയ്തിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. അതുണ്ടായില്ല. അത് വളരെ ഗുരുതരമായ തെറ്റായിപ്പോയി. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രി ഏറ്റെടുക്കേണ്ടതാണ്. ഈ മലപ്പുറം നഗരത്തിലെ താലൂക്ക് ആശുപത്രി പോലും ഫിറ്റ്നസ് നഷ്ടമായ 1.5 വർഷം മുമ്പ് ഫിറ്റ്നസ് നഷ്ടമായ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് അതൊരു ഉദാഹരണമാണ്. മലപ്പുറം ഹോസ്പിറ്റൽ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാം. അതുപോലെ എത്ര എണ്ണം ഉണ്ടാവും ആർക്കും അറിഞ്ഞൂടാ. വീട് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ ഒരു ഉത്സാഹം കാണിക്കാത്തവർ. ഇനിയിപ്പോൾ
എവിടെയാണ് വീഴുന്നത് എന്ന് അതിനെ സംബന്ധിച്ച് ഉത്സാഹിക്കും.